നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. വർഷങ്ങളായി എറണാകുളത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ അന്വേഷിച്ചു കൊണ്ടിരുന്ന തിരുവല്ലക്കാരിയായ ജോസഫൈൻ ടീച്ചറിനെ കണ്ടെത്തി. തിരുവല്ല മീഡിയയിൽ വാർത്ത വന്ന് അരമണിക്കൂറിനുള്ളിൽ തന്നെ ടീച്ചറിനെ സംബന്ധിച്ചുള്ള സൂചനകൾ അവിടെ കമൻ്റായി രേഖപ്പെടുത്തുകയായിരുന്നു. ടീച്ചറിൻ്റെ തന്നെ പഴയ ഒരു വിദ്യാർത്ഥിനി സരസ്വതി മനോജ് എന്ന ആളാണ് ടീച്ചറിനെ സംബന്ധിച്ചുള്ള സൂചനകൾ അവിടെ കമൻ്റായി രേഖപ്പെടുത്തിയത്. ഈ വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് എറണാകുളത്തെ വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായ ജോസഫ് എന്ന ആൾ ടീച്ചറിനെ വിളിക്കുകയും സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്തു. ശേഷം ടീച്ചറിൻ്റെ വീട്ടിൽ പോയി വിശദമായ ഒരു അഭിമുഖം തന്നെ ഞങ്ങളും എടുത്തിട്ടുണ്ട്. ആ വാർത്ത നാളെ ഞങ്ങൾ നൽകുന്നതാണ്. ടീച്ചറിനെ കണ്ടെത്തിയ സന്തോഷം എറണാകുളത്തു നിന്നുള്ള പൂർവ്വ വിദ്യാർത്ഥിയായ ജോസഫ് ഞങ്ങളോട് പങ്കുവെച്ചത് ഇപ്പോൾ കേൾക്കുക. തീർച്ചയായിട്ടും തിരുവല്ല മീഡിയയ്ക്കും ഇത് ഏറ്റവും ധന്യ നിമിഷം തന്നെയാണെന്ന് പറഞ്ഞുകൊള്ളട്ടെ. ജോസഫിൻ്റെ വാക്കുകൾ കേൾക്കാം. തിരുവല്ല മീഡിയക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. കഴിഞ്ഞ 20 വർഷങ്ങളായി ഞങ്ങൾ അന്വേഷിച്ച് നടന്നിരുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ജോസഫിന ടീച്ചറെ തിരുവല്ല മീഡിയ വഴി കണ്ടെത്തി എന്ന വിവരം അറിയിക്കുന്നത് വളരെ സന്തോഷത്തോടെയാണ്, ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെയാണ്. ചാനലിലെ വാർത്തകൾ നിരവധി പേര് കണ്ടു. അവരെല്ലാം 100% സപ്പോർട്ട് അറിയിച്ച് കണ്ടെത്തുവാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന രീതിയിൽ തന്നെ വാർത്തകൾ വന്നു. എങ്കിലും ആശങ്കയും ആശയക്കുഴപ്പവും ഉണ്ടായിരുന്നു. ടീച്ചർ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയുക എന്നുള്ളതായിരുന്നു പ്രധാനം. ഞങ്ങൾക്ക് അത്രമാത്രം പ്രിയപ്പെട്ട അധ്യാപികയായിരുന്നതുകൊണ്ട് ഞങ്ങളുടെ ചിന്തകളിൽ 45 വർഷം കഴിഞ്ഞിട്ടും ടീച്ചറെ കണ്ടിട്ട് 1978-79 കാലഘട്ടമെന്ന് പറഞ്ഞാൽ 45 വർഷമാകുകയാണ്. അരനൂറ്റാണ്ടിന് അടുത്ത് നിൽക്കുകയാണ് ടീച്ചറെ കണ്ടിട്ട്. എങ്കിലും ഈ വാർത്താ മാധ്യമം, ഈ ജനപങ്കാളിത്തമുള്ള തിരുവല്ല മീഡിയ എന്ന ചാനൽ വഴി ഞങ്ങൾക്ക് ടീച്ചറെ തിരിച്ചു കിട്ടി. ടീച്ചറുമായിട്ട് സംസാരിച്ചു. വീഡിയോ കോളിൽ ടീച്ചർ വന്നു. ഞങ്ങളെല്ലാവരും കരയുകയായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 55 വയസ്സ് പിന്നിട്ട് റിട്ടയർമെൻറ്റും എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വീടുകളിലിരിക്കുന്ന ഞങ്ങൾ 41 കുട്ടികൾക്കും വളരെ വളരെ അത്ഭുതകരമായിരുന്നു ഇന്നത്തെ ഈ ദിവസം. വളരെ അത്ഭുതകരമായിരുന്നു. വളരെ സന്തോഷമുണ്ട്, പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമുണ്ട്. തിരുവല്ലയിലെത്തുമ്പോൾ തിരുവല്ലയിൽ ഞങ്ങൾ അധിക ദിവസങ്ങൾ കാത്തിരിക്കാതെ തന്നെ ഞങ്ങൾ തിരുവല്ലയിലെത്തും. ടീച്ചറെ കാണാൻ അന്നത്തെ കുട്ടികളോടൊത്ത് വരുമ്പോൾ തിരുവല്ല മീഡിയയുമായിട്ട് നേരിട്ട് കാണാമെന്നും ആശയങ്ങൾ കൂടുതലായി പങ്കുവെക്കാനും കഴിയുമെന്ന് വിശ്വസിക്കുന്നു. വളരെ വളരെ നന്ദിയുണ്ട്. വളരെ നന്ദി.